കാരണം യൂഷ്വലി നമ്മൾ സ്കോഡ എന്ന് കേൾക്കുമ്പോൾ ആൾക്കാർ ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലോ മെയിൻറ്റെയിൻ ചെയ്യാനെന്ന്. സോ ഈ സർവീസിന് ഏകദേശം എത്ര രൂപയായിരുന്നു നോർമൽ സർവീസ്? നല്ല സോ ഇതിന് എത്ര മൈലേജ് നമുക്ക് കിട്ടുന്നുണ്ട്? പെട്ടെന്ന് ഏതെങ്കിലും ഒരു വണ്ടി പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഏതായിരിക്കും പിക്ക് ചെയ്യുക? ഏറ്റവും പെട്ടെന്ന് ഒരു വണ്ടി പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ആദ്യം പിക്ക് ചെയ്യുന്നത് അംബാസിഡർ ആയിരിക്കും. ആ ഒരു മാജിക് ഞാൻ കാണിച്ചു തരാം. ഈ ഗ്ലാസ് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തുറക്കാൻ പറ്റും. ഫുൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഒരു വണ്ടി വേണമെന്ന് തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു ലാസ്റ്റ് ഒരു വികാരം വന്നത് ഫോർഡ് എൻഡവറിന്റെ ഏറ്റവും അവസാനം ഇറങ്ങിയ വേർഷൻ ആയിരുന്നു. ഓക്കെ. സ്കോഡ ഒക്ടോവിയ, വോക്സ്വാഗൺ പോളോ, ഒന്നല്ല 2 കാറുകളാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. സോ വെൽക്കം ടു ഓട്ടോഫോയിൽ. രണ്ടും ഓരോ ഐക്കോണിക് കാറുകളാണ്. സോ ഈ കാറിൻ്റെ ഓണറെ നമുക്കിതിൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഇത്രയും വർഷമായിട്ട് യൂസ് ചെയ്തൊരു എക്സ്പീരിയൻസും കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതിനായി നമുക്ക് വീഡിയോയിലേക്ക് ക്ഷണിക്കാം. ചേട്ടാ, ഹലോ, ഹായ്, വെൽക്കം ടു ഓട്ടോഫോയിൽ. താങ്ക് യു. ചേട്ടാ, നമ്മുടെ ആളുകളോട് ചേട്ടൻ എന്താണ് ആദ്യം ചെയ്യുന്നത് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? എൻ്റെ പേര് പീറ്റർ എന്നാണ്. ഞാൻ കോസ്മെറ്റോളജിസ്റ്റ് ആണ്. ഓക്കെ. ഞാൻ ലാക്മി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ അവരുടെ അക്കാഡമി ഉണ്ട്, അതിന്റെ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ. എത്ര കാറുകളാണ് ഇപ്പോൾ ഉള്ളതെന്ന് പറയാവോ? അത് പ്രസന്റില് 6 കാർസ് ഉണ്ട്. അതെ അതെ. ശരിക്കും പറഞ്ഞാൽ ആളിപ്പോൾ ഒരു കാർ കളക്ടർ കൂടെയാണ്. നമുക്ക് പണ്ട് നമ്മൾ ലക്ഷറിയൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്കോഡ ഒക്ടേവിയ, അതൊക്കെ ഒരു ജെം കാർസ് ആണ് ശരിക്കും പറഞ്ഞാൽ. അതൊക്കെ ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. നമുക്കപ്പോൾ കാറിന്റെ വിശേഷത്തിലേക്ക് പതുക്കെ കടന്നാലോ? ഓക്കെ. 6 കാറുകൾ ഇപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. സോ ഏതൊക്കെയാണ് ആ കാറുകൾ? വോക്സ്വാഗൺ പോളോ, ഓക്കെ, 2011 മോഡൽ 1.2 TDI ആണ്. ഡീസലാണ് വരുന്നത്. 6 കാറും ഡീസലാണ്. 6 കാറും ഡീസലാണ്. ഞാനത് ആദ്യം വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഇവിടെ കുറെ കാറുകളുണ്ട്, എല്ലാം ഡീസലാണ്. പിന്നെ ഉള്ളത് ഇത് 2006 മോഡൽ സ്കോഡ ഒക്ടേവിയ MK1, അതും 1.9 ലിറ്റർ TDI. പിന്നെ ഉള്ളത് ഒരു മഹീന്ദ്ര താറാണ്, 2024 മോഡൽ റിയർ വീൽ ഡ്രൈവ് 1.5 ലിറ്റർ CRDE. പിന്നെ ഉള്ളത് XUV 500 2.2 M ഹോക്ക്. പിന്നെ ഉള്ളത് 2 പഴയ വാഹനങ്ങളാണ്. ഒന്ന് അംബാസിഡർ 1998 മോഡലിൽ ഇറങ്ങിയ HM+ എഞ്ചിൻ വരുന്ന നോവയുടെ ഒരു വേർഷനാണ്. സോ അതും ഡീസൽ. അതെ. അത് യൂഷ്വലി പണ്ട് അംബാസിഡറിന് വന്നിരുന്ന ഡീസൽ എഞ്ചിനിൽ നിന്ന് കുറച്ചൊരു മോഡിഫൈ ചെയ്ത് AC ഫിറ്റ് ചെയ്യാൻ ഭാഗത്തിന് ഇറക്കിയ ഒരു എഞ്ചിനാണ്. പിന്നെ വരുന്നത് ഒരു പ്രീമിയർ പെറ്റ്മിനി 1996 മോഡൽ, അതും ഡീസലാണ്. 137. അതും ഡീസലാണ്. അതെ. അപ്പോൾ അത് റീസെന്റ് നമുക്ക് അതിന്റെ വീഡിയോയിലേക്ക് നമുക്ക് വരുന്നതാണ്. അതിന്റെ റീസ്റ്റോറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് ആദ്യം സ്കോഡ ഒക്ടേവിയ തുടങ്ങാം. സോ തംബ്നെയിലിൽ കണ്ട പോലെ ഇവിടെ ഒരു 5-6 വണ്ടിയുണ്ട്. നമ്മൾ ആദ്യം വരുന്ന പക്ഷേ സ്കോഡയുടെ ഒക്ടേവിയയിലേക്കാണ്, Mark 1 അല്ലേ? സോ അന്നത്തെ കാലത്ത് ശരിക്കും ഒരു ലക്ഷറി എന്ന് പറയുന്ന ഒരു ബെൻസ് BMW ആ ഒരു ടൈമിൽ സ്കോഡ ഒക്ടേവിയ ആയിട്ട് വന്നത് ഭയങ്കര ഒരു വിജയം തന്നെയായിരുന്നു. അതിന് ഒത്തൊരു വണ്ടിയും കൂടെ തന്നെയായിരുന്നു. എല്ലാ ഫീച്ചേഴ്സും ബെൻസിലൊക്കെ ഉള്ള അതേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെ നമുക്ക് വരുന്ന എല്ലാ ഒരു ചെക്കോസ്ലോവാക്യൻ കമ്പനി. സോ ആ ഒരു റൈറ്റ് ക്വാളിറ്റിയും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. ആ സമയത്ത് അപ്പം ഒക്ടേവിയ എടുത്തപ്പോൾ ഒരു ഫീൽ എങ്ങനെയായിരുന്നു? അത് ആക്ച്വലി ആ സമയത്ത് എടുത്തതല്ല. ആ സമയത്ത് എന്റെ ഗ്രാൻഡ് ഫാദറിന്, എന്റെ മദർ സൈഡ് ഗ്രാൻഡ് ഫാദറിന് പുള്ളിക്കാരനാണ് ഒക്ടേവിയ എടുത്തത്. സോ അതൊരു 2007 to 2013 വരെ ഞങ്ങള് ഉപയോഗിച്ചു. അപ്പൊ അന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ സാധനം. അത് നമ്മളുടെ ഇവിടെയുള്ള വണ്ടികളിൽ ഒരു ഡീസൽ, ഒരു 1.9 ലിറ്റർ, പിന്നെ ഈ പറഞ്ഞ പോലെ ലക്ഷറി, യു ഫീൽ ലൈക്ക് സ്റ്റെബിലിറ്റി ഒക്കെ ഭയങ്കര വ്യത്യാസം തോന്നി. ആ സമയത്ത് നല്ലൊരു റോഡ് പ്രസൻസും കൂടെ ആയിരുന്നു. ഭയങ്കരമായിരുന്നു. കാരണം ആ സമയത്ത് വേറെ വണ്ടികൾ ഇല്ലായിരുന്നു. പിന്നീട് ലേറ്റർ അവർ 2013 അവര് മെർസിഡസിലേക്ക് മാറിയപ്പോ ഇത് കൊടുത്തു.
കൊടുത്തതിന് ശേഷം ഭയങ്കര ബുദ്ധിമുട്ടായി. മിസ്സിംഗ് കാരണം ആയി. മിസ്സിംഗ് ആയി. അങ്ങനെ പിന്നെ ഞാൻ പോയിട്ട് സെക്കൻഡ് ഹാൻഡ് ഒരെണ്ണം എടുത്തതാണ്. അതിനുശേഷം അതെ. സെക്കൻഡ് എടുത്തു. കാരണം ഞാൻ മാത്രം അല്ല, എന്റെ അമ്മയുടെ ഫാമിലി ആണെങ്കിലും അവരും ഭയങ്കരമായിട്ട് മിസ് ചെയ്ത ഒരു വണ്ടിയാണ്. നമുക്ക് ചില വണ്ടികൾ യൂസ് ചെയ്ത് തന്നെ ഇങ്ങനെ മിസ് ചെയ്യാറുണ്ട്. വണ്ടി കൊടുത്തു കഴിയുമ്പോൾ. അതെ അതെ അതെ. ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റിന്റെയും അപ്പുറത്തേക്ക് ഇതിന്റെ ചിലൊരു ബൂട്ട് സ്പേസ് ഒക്കെ ഭയങ്കര സ്പേഷ്യസ് ആണ്. അപ്പൊ അതിന്റെ യൂട്ടിലിറ്റി, പിന്നെ റൈറ്റ് ക്വാളിറ്റി, അങ്ങനെ കോമൺ അല്ലാത്ത ചില സാധനങ്ങളുണ്ട്. ഈ സെഡാനിൽ കിട്ടുന്ന ഒരു കംഫർട്ടും കാര്യങ്ങളും വേറെ എസ്യുവിയിലും കിട്ടാറില്ല. അബ്സല്യൂട്ട്ലി സീറോ ബോഡി റോളിംഗ് എന്ന് വേണമെങ്കിൽ പറയാം, സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ. ഇപ്പൊ എന്റെ ഈ വണ്ടി ലാസ്റ്റ് ടൈം ഞാൻ സർവീസിന് കൊണ്ടുപോയപ്പോ അവർ പറഞ്ഞത് സസ്പെൻഷൻ ചെറുതായിട്ട് ഒരു ഡാമേജ് ആയി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴും നമുക്ക് ഈ വണ്ടി ഓടിക്കുമ്പോൾ ഫീൽ ആകുന്നില്ല. ക്വാളിറ്റി നന്നായിട്ടുണ്ട്. ഒരു 100 കിലോമീറ്റർ സ്പീഡിലൊക്കെ വന്നൊരു കേർവ് എടുക്കാൻ നേരത്താണ് നമുക്ക് അതിന്റെ ഒരു നമുക്ക് ആ റൈറ്റ് ക്വാളിറ്റി ഫീൽ മനസ്സിലാവുന്നത്. അതെ അതെ. ഓക്കെ, ഇതിപ്പം ഏത് മോഡലാണ്? ഇത് 2006 മോഡലാണ്. 2006 മോഡലാണ്. 1.9 TDI. സോ ഇപ്പം എത്ര നാൾ യൂസ് ചെയ്തു? ഐ മീൻ ഞാനിപ്പോ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 2 years ആയിട്ടുള്ളൂ. പണ്ട് യൂസ് ചെയ്തിരുന്നതാണ്. പിന്നെ ഇപ്പൊ രണ്ടാമത് എടുത്തിട്ട് 2 years ആയിട്ടുള്ളൂ. അറിയാവുന്ന ആളുടെ തന്നെയാണോ എടുത്തത്? അതൊരു കോയിൻസിഡന്റ് ആണ്. അറിയാവുന്ന ആളുടെ അടുത്ത് നല്ല എടുത്ത് ഞാൻ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ എന്റെ ഒരു ഫ്രണ്ട് ഓഫ് ഫ്രണ്ടിന്റെ വണ്ടിയായിരുന്നു. നമ്മളത് അറിഞ്ഞിട്ട് എടുത്തതല്ല. സോ ഈ വണ്ടി ലോങ് അങ്ങനെ പോകാറുണ്ടോ? ലോങ് ഇത് എടുത്തപ്പോ തന്നെ ഒന്ന് ഊട്ടി പോയായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു വ്യത്യാസം, പ്രത്യേകിച്ച് ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ ഇത് കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ഒന്നും അല്ല. പഴയ സിസ്റ്റം ആണ് ശരിക്കും പറഞ്ഞ. എല്ലാ ഇഞ്ചക്ടേഴ്സിലേക്കും സെപ്പറേറ്റ് ഫ്യൂൽ. അപ്പോ അതിൻ്റെതായ, പിന്നെ ABS ഇല്ല. നോൺ ABS ഉണ്ട്, RSലും ഉണ്ട്, LNKയിലൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പോളോ അതിനു മുമ്പേ യൂസ് ചെയ്യുന്നത് കൊണ്ട് പോളോയ്ക്ക് ABS ഇഷ്യൂസ് ഇടക്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതൊന്നും ഇല്ലാത്ത ഒരു ട്രബിൾ ഫ്രീ കാർ നോക്കി എടുത്തതാണ്. അത് വേർത്തായി. അത് കാരണം ഇന്നേ വരെ ഒരു പ്രശ്നം വന്നിട്ടില്ല. കാരണം യൂഷ്വലി നമ്മൾ സ്കോഡ എന്ന് കേൾക്കുമ്പോൾ ആൾക്കാര് ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലോ മെയിൻറ്റെയിൻ ചെയ്യാനെന്ന് വിചാരിക്കും. ഈവൻ എന്നോട് പറഞ്ഞപ്പോഴും ഒക്ടേവിയ ആണോ, അത് ഡീസൽ ആണല്ലോ എന്ന് ഞാൻ എങ്ങനെ ഉണ്ടാവും, ഇതിന്റെ എക്സ്പെൻസ് എങ്ങനെ മീറ്റ് ചെയ്യണമെന്ന് ആദ്യമേ എന്റെ മനസ്സിലൊരു ചോദ്യം വന്നതാണ്. ഇപ്പൊ ചേട്ടൻ പറഞ്ഞപ്പോഴാണ്. ഇപ്പൊ 2 years ആയിട്ട് ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ സർവീസ് എല്ലാം നമുക്ക് ഷോറൂമിൽ തന്നെയാണോ ചെയ്യുന്നത്? അല്ല, ഞാൻ ആക്ച്വലി ചെയ്തുകൊണ്ടിരുന്നത് എടപ്പള്ളിയിൽ ഒരു വർക്ക്ഷോപ്പിലാണ്. ഞാൻ ആക്ച്വലി ആകെ ഒരു പ്രാവശ്യം വർക്ക്ഷോപ്പ് ചെയ്ത് കയറ്റിയിട്ടുള്ളൂ. ഒരു ബോഡി പാച്ചും തട്ടുമുട്ടും ഒക്കെ ആയിട്ട് കയറ്റിയിട്ടുണ്ടെന്നല്ലാതെ മെക്കാനിക്കൽ സൈഡ് കാണിക്കാൻ ആകെ ഒരു പ്രാവശ്യം കയറ്റിയിട്ടുള്ളൂ. അതും ഒരു റെഗുലർ സർവീസ്, ഓയിൽ ചേഞ്ച് ചെയ്യുക. പിന്നെ ഞാൻ യൂസ്ഡ് വണ്ടി എടുത്തതാണല്ലോ. അപ്പൊ പിന്നെ കൈയോടെ അതിന്റെ ടൈമിംഗ് ചെയിൻ അങ്ങോട്ട് മാറ്റിയായിരുന്നു. എത്ര കിലോമീറ്റർ ആയിട്ടുണ്ട് അപ്പോ? ഇത് 1,10,000 അറൌണ്ട് 10 അത്രേ ആയിട്ടുള്ളൂ. പക്ഷെ ഈ എഞ്ചിൻ ഭയങ്കര റിലയബിൾ ആണ്. അത് ഒരു കിലോമീറ്റർ അല്ലെന്ന് വേണം എനിക്ക് പറയാം. അതെ. സോ ഈ സർവീസിന് ഏകദേശം എത്ര രൂപയായിരുന്നു നോർമൽ സർവീസിന്? ഞാൻ ചോദിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പൊ ഒക്ടേവിയ എടുക്കുന്ന ആളുകൾക്ക്, ഇപ്പൊ യൂസ് ചെയ്യുന്ന ആളുകൾക്കും, ഈ നമ്മുടെ കൂട്ടത്തിൽ തന്നെ കുറെ എന്തൂസിയാസ്റ്റും ഉണ്ട്, നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ. സോ നമുക്കൊക്കെ ചെറുപ്പത്തിലെ കാണുന്ന ഒരു ബിഗ് സെഡാൻ ആയിരുന്നു. ഇപ്പോഴും പല ആളുകളും ഇതിന്റെ സെക്കൻഡ് ഹാൻഡ് എടുക്കുന്നുണ്ട്. സോ അവരെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം കോസ്റ്റ് എത്രയാവും സർവീസ്? ഞാൻ ലാസ്റ്റ് ചെയ്ത സർവീസിൽ ഞാൻ ആക്ച്വലി യൂസ് ചെയ്തത് കമ്പനി പ്രിഫറബിൾ എഞ്ചിൻ ഓയിലാണ്, വിച്ച് ഈസ് എക്സ്പെൻസീവ്. കാസ്ട്രോൾ എഡ്ജ് എന്ന് പറയുന്നതിന്റെ 5W40 എന്ന് പറയുന്ന ഫുൾ സിന്തറ്റിക് ആണ് യൂസ് ചെയ്യുന്നത്. അതിന് കുറെ ചീപ്പർ ഓപ്ഷൻസ് നമുക്ക് ഉണ്ട്. വേണമെങ്കിൽ യു ക്യാൻ ഗോ ഫോർ സെയിം ഗ്രേഡ്, പക്ഷേ ചീപ്പർ ബ്രാൻഡ്. ഈവൻ കാസ്ട്രോളിന് പോലും അതിന്റെ ഒരു ചീപ്പർ വേർഷൻ ഉണ്ട്. സോ ഞാൻ അന്ന് അങ്ങനെ ചെയ്തു. പിന്നെ ഓയിൽ കപ്പാസിറ്റി ഈസ് അറൌണ്ട് 5 liters അതാണ്. അപ്പോ എനിക്ക് പിന്നെ ഞാൻ ടൈമിംഗ് ചെയിൻ മാറി. ഇതെല്ലാം കൂടി ആവുമ്പോൾ അറൌണ്ട് 22,000 ആയി. ടൈമിംഗ് ചെയിൻ മാറി മെയിൻ ആയിട്ട് വരുന്നത്. അതെ. പക്ഷെ ഒരു കാര്യം ഞാനത് നോട്ടീസ് ചെയ്തത്, ഈ എയർ ഫിൽട്ടർ, ഡീസൽ ഫിൽട്ടർ പോലെയുള്ള സാധനങ്ങൾ ഈവൻ കമ്പയർഡ് ടു പോളോ ഇത് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്. അതെ. കുറച്ചും കൂടി വില കൂടുതലാണ്. യൂഷ്വലി പോളോയ്ക്ക് തന്നെ എക്സ്പെൻസീവ് ആണ് എന്നൊരു പേരുള്ള വണ്ടിയാണ്. പൊതുവെ ജർമ്മൻ വണ്ടികൾ എക്സ്പെൻസീവ് ആണെന്നുള്ളത്.
സ്റ്റിൽ വർത്ത് ഇറ്റ്. ഓക്കെ. ഒരു യൂസർ തന്നെ അങ്ങനെ പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം അതെ. ആളെന്തോരം ഇഷ്ടപ്പെടുന്നുണ്ട് ആ വണ്ടി. അതുപോലെ തന്നെ ചേട്ടൻ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് 5 ലിറ്റേഴ്സ് ഇപ്പം എൻജിൻ ഓയിലിന്റെ വേണം. അതുപോലെ തന്നെ അതിന്റെ ഗ്രേഡ് 2-3 എണ്ണം ഉണ്ടല്ലേ? ഇല്ല, ഗ്രേഡ് ഞാൻ ഫുൾ സിന്തറ്റിക് ആണ് യൂസ് ചെയ്യുന്നത്. കമ്പനി യൂസ് ചെയ്യുന്നതുകൊണ്ട്. അതെ അതെ, ഞാൻ 5W40 എന്ന് പറയുന്ന ഫുൾ സിന്തറ്റിക് ആണ് യൂസ് ചെയ്യുന്നത്. 5WD40. 5W40. 5W40. അതെ, അത് ഈ ഓയിലിന്റെ വിസ്കോസിറ്റിനെ. അതെ അതെ. ഓക്കെ, നമുക്ക് എന്താണ് വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കാം, വേറെ ആർക്കെങ്കിലും ഉപകാരപ്രദമാവുകയും. സോ ഓവറോൾ ഈ വണ്ടിയിൽ ഇപ്പോൾ ഹാപ്പിയാണ്? ഓവറോൾ വെരി ഹാപ്പി. വണ്ടി ഇടയ്ക്ക് ഇത്രയും പഴകിയതുകൊണ്ട് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അങ്ങനെ എന്തെങ്കിലും? ഒന്നും തന്നെ വന്നിട്ടില്ല. ഒന്നും തന്നെ വന്നിട്ടില്ല. ഹാപ്പിയാണ്. എനിക്ക് ഒരു കംപ്ലൈന്റ് വന്നിട്ടില്ലെന്ന് വേണം. ഓക്കെ, നമുക്ക് വണ്ടിയുടെ എഞ്ചിൻ പേ കണ്ടാലോ? ഇത്ര വലിയൊരു മാസീവായിട്ട് കാണാം. സോ ഇതാണ് സ്കോഡ ഒക്ടേവിയയുടെ ആ ഒരു മാസീവ് ഡീസൽ എഞ്ചിൻ അല്ലേ? അതെ. ഇവിടെ തന്നെ ഇപ്പോഴും പല വണ്ടിയിൽ ഈ എഞ്ചിൻ കവർ പ്രൊട്ടക്ഷൻ ഒന്നും വരുന്നില്ല, ഹൈ എൻഡ് വണ്ടികളിലേക്ക് വരുന്നുണ്ട്. അന്നത്തെ സമയത്ത് തന്നെ സ്കോഡ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതെ അതെ. പിന്നെ ഇതിന്റെ സ്റ്റിയറിംഗ് ഒക്കെ വന്നിട്ട് ഹൈഡ്രോളിക് ആണ്, മോട്ടറൈസ്ഡ് അല്ല. ഓക്കെ, ഇന്നിപ്പോ മോസ്റ്റ്ലി എല്ലാം മോട്ടറൈസ്ഡ് ആണ്. ഇപ്പൊ ഇലക്ട്രോണിക് ആണ്. അതെ അതെ. ഇതിന്റെ റേഡിയേറ്ററിനൊക്കെ ആണെങ്കിലും 2 വലിയ ഫാൻസ് ആണ് വരുന്നത്, ഒരു ബിഗ് ബാറ്ററി. അതെ. ഇതിന്റെ ശരിക്കും പെട്രോൾ വെർഷൻ ആളുകൾ ഭയങ്കരമായിട്ട് എടുത്തിട്ട് ട്യൂൺ ചെയ്യുന്നുണ്ട്. അതെ അതെ. RS അല്ലാണ്ട് പോലും 1.8 ഉണ്ടായിരുന്ന വണ്ടികളൊക്കെ ഇപ്പൊ എടുത്ത് ട്യൂൺ ചെയ്യുന്നുണ്ട്. ഈവൻ ഒക്ടേവിയ തന്നെ RS വാങ്ങിക്കാൻ പൈസ ഇല്ലാത്ത ആൾക്കാർ എന്ന് പറയാം. പക്ഷെ എന്തൂസിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെയാണല്ലോ. അതെ അതെ. നമ്മൾ വണ്ടിയിൽ ഓരോന്ന് എന്തെങ്കിലും കുറച്ച് ചെയ്യും. അതെ, ഞാനൊരു ഭയങ്കര ഡീസൽ ഫാൻ ആയതുകൊണ്ടും പിന്നെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഡീസൽ ആണല്ലോ. എല്ലാ വണ്ടിയും ഡീസലാണ്. എല്ലാ വണ്ടിയും ഡീസലാണ്. ഈവൻ പോളോ ഉൾപ്പെടെയുള്ള വണ്ടികൾ ഡീസലാണ്. അതെ, അങ്ങനെയാണ് ഇത് നോക്കിയത്. പക്ഷെ ഈവൻ RS ഈസ് ഗുഡ്. പക്ഷെ എനിക്ക് തോന്നുന്നു RS കുറച്ചും കൂടി ലോറ, നമ്മളുടെ ഇവിടെ MK2 ലോറ എന്ന് പറഞ്ഞാണ് ഇറങ്ങിയത്. ലോറയുടെ RSനാണ് കുറച്ചും കൂടി ഒരു അവര് എന്താ പറയണ്ട പ്രിഫറബിൾ. ഓക്കെ, അവര് കുറച്ച് ഇതിന്റെ ഈ ട്യൂണിങ് ചെയ്യുന്നവരൊക്കെ പറയുന്നത് ഇറ്റ്സ് ബെറ്റർ ടു ഗോ ഫോർ എ ലോറ. അതെ, ഒക്ടേവിയ പുറത്തൊക്കെ ലോറി ആയിരുന്നു. ഒക്ടേവിയ നെക്സ്റ്റ് ജെൻ ഒക്ടേവിയ. അതെ അതെ. ഇത് മാർക്ക് 1, മറ്റേത് മാർക്ക് 2. എനിക്ക് കറക്റ്റ് ആയിട്ട് അതെ, മാർക്ക് 2 ആണ്. അവരത് ഇവിടെ വന്നപ്പോഴത്തേക്കും ലോറ 2 വേർഷനും കൂടി ഒരുമിച്ച് ഇറക്കി. ആൻഡ് ഈ പുതിയ വേർഷന് ലോറ എന്ന് പറഞ്ഞ് ഇറക്കിയേ ഉള്ളൂ. ശരിക്കും ആ സമയത്ത് സ്കോഡയ്ക്ക് കുറെ മോഡലുകളും കുറെ എൻജിൻ കോൺഫിഗറേഷൻ ഉണ്ടായിരുന്നു. സൂപ്പർപ്പിലൊക്കെ V6 എൻജിൻ ഡീസൽ V6 വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ആക്ച്വലി അപ്പന്റെ ഒരു കസിൻ സിസ്റ്ററിന് ആ വണ്ടി ഉണ്ടായിരുന്നു. ഞങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്തു. ഓഹോ, റിയലി നൈസ് കാർ. ഓക്കെ, നമുക്കപ്പോൾ എന്താണെങ്കിലും ഇതിന്റെ ബോണറ്റ് അങ്ങ് അടച്ചേക്കാം. നല്ല സോ ഒക്ടേവിയയുടെ ഇന്റീരിയറിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇത് അന്നത്തെ ഏത് മോഡലായിരുന്നു? ഐ മീൻ ടോപ്പ് എൻഡ് ആയിരുന്നു? ടോപ്പ് എൻഡ് അല്ല, ഇത് റൈഡ് എന്ന് പറയുന്ന വേരിയന്റ് എന്നാണ്. ഓക്കെ, ആക്ച്വലി ഞാനിത് എടുക്കുമ്പോ ഇതിന്റെ അകത്ത് അങ്ങനത്തെ ലേബൽ ഇല്ല. പക്ഷെ ഈ പറഞ്ഞതുപോലെ LNK അങ്ങനെയൊക്കെ വരുന്ന ടോപ്പ് സ്പെക് ആയിരുന്നു. അതെ അതെ അതെ, അതൊക്കെ. പിന്നെ എലഗന്റിന് പോലും ഈ ABS ഒക്കെ ഉള്ളതായിരുന്നു. ഓക്കെ, സോ ദിസ് മസ്റ്റ് ബി റൈഡ്. ഓക്കെ. പക്ഷെ അന്നത്തെ സമയത്ത് തന്നെ ഈ സീറ്റിലേക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം, ഇങ്ങോട്ടൊന്ന് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സീറ്റ് പുറകിലേക്ക് റിക്ലൈൻ ചെയ്യുന്നത്, ഇത് തിരിച്ചിട്ടാണ് നമ്മൾ സീറ്റ് റിക്ലൈൻ ചെയ്യുന്നത്. തിരിച്ചിരിക്കുമ്പോഴത്തേക്കും മുന്നോട്ടും വരുന്നുണ്ട്. അതുപോലെ നമുക്ക് പുറകിലേക്കുള്ള സപ്പോർട്ട്, അതിനുള്ള നമുക്ക് പുറകിൽ ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ അന്നത്തെ ഒരു വണ്ടിയിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. സോ ബേസിക്കലി ഇപ്പം നമുക്ക് വരുന്ന ലക്ഷറി ആയിട്ട് വരുന്ന പല ഫീച്ചേഴ്സും അന്ന് ഈ മോഡലിൽ ഉണ്ടായിരുന്നു. സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. ഈ ഒരു സിസ്റ്റം പുതിയത് മാറ്റിയതാണ്. അതെ, സിസ്റ്റം ഞാനിപ്പോ രണ്ടാമത് ഒരു ആൻഡ്രോയിഡ് വെച്ചതാണ്. അത് റിവേഴ്സ് ക്യാമറയ്ക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ട് ഇവർക്ക് മ്യൂസിക് അങ്ങനത്തെ ഒരു ഇതുള്ളതുകൊണ്ട് വെച്ചതാണ്. ഓക്കെ, ഗിയർ ഷിഫ്റ്റ് ആണെങ്കിലും ഗിയർ ഷിഫ്റ്റ് ഒക്കെ അത്യാവശ്യം നല്ല സ്മൂത്ത് ആണല്ലേ. ഒരു യൂസ്ഡ് കാർ, ഒരു ഒക്ടേവിയൊക്കെ നമ്മൾ പോകുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് അന്ന് ഞാൻ ഓടിച്ചപ്പോ ഫേസ് ചെയ്ത ഒരു ഇഷ്യൂ മോസ്റ്റ്ലി ഗിയർ, ഈ കേബിള് വലിഞ്ഞു പോയിട്ട് ഷിഫ്റ്റിംഗ് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതിന്റെയും അത്ര ഓക്കെ ആയിരുന്നില്ല.
സോ ഇതെടുത്തപ്പോ തന്നെ കേബിള് റീപ്ലേസ് ചെയ്ത് ഭയങ്കര സ്മൂത്ത് ആണ്. പിന്നെ ഇപ്പൊ നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര സ്മൂത്ത് ഓടിക്കുമ്പോഴും ആ സ്മൂത്ത്നെസ് ഉണ്ട്. അതെ ഓക്കെ. അറിയില്ല, നമ്മുടെ ഷിഫ്റ്റ് ഒരിക്കലും അകത്തിരിക്കുന്നവർ അറിയില്ല, നമുക്ക് സോഫ്റ്റ് ആയിട്ട് പോകും. പക്ഷെ ഈ സെഡാനിൽ ഇരിക്കുമ്പോ പക്ഷെ വേറൊരു കംഫർട്ടാണ്. ഇപ്പം പോളോയിലോ ഇല്ലെങ്കിൽ അതുപോലെ ഇരിക്കുന്നതല്ലേ, അതും അത് പഴയ വണ്ടി ഇതിനകത്ത് ഇരിക്കുമ്പോ ഒരു മാസ് ഫീൽ ഒരു വെയിറ്റ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും, ഒരു കംഫർട്ട് ഫീൽ ചെയ്യും. അതെ അതെ. ഡ്രൈവിംഗിൽ പോലും വേറെ ഒലച്ചിലൊന്നും ഇല്ല. ഇങ്ങനെ തന്നെ ഏത് സ്പീഡിൽ പോയാലും ഇതേ ഇങ്ങനെ തന്നെ വളവിലൊന്നും ഇങ്ങനെ തന്നെ ഒരു ബുദ്ധിമുട്ടില്ല നമുക്ക്. ഇല്ല, കംഫർട്ടബിൾ ആണ്, വളരെ കംഫർട്ടബിൾ. ഓക്കെ. സോ ഇതിന് എത്ര മൈലേജ് നമുക്ക് കിട്ടുന്നുണ്ട്? മൈലേജ് നോക്കിയിട്ടുണ്ടോ അങ്ങനെ? ഉണ്ട്, അറൌണ്ട് 20. അറൌണ്ട് 20 ഡീസൽ. വളരെ ഈസി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന മൈലേജ്, ഫ്യൂൽ എഫിഷ്യൻസി ഭയങ്കരമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇപ്പോഴത്തെ ഇപ്പം വണ്ടികൾക്ക്, ഡീസൽ വണ്ടികൾക്ക് ഇപ്പോഴത്തെ ഡീസൽ വണ്ടികൾക്ക് അത്രയും കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ഒന്നാമത് ഇപ്പോഴത്തെ ഡീസൽ ഇത്രയും പഴയ മൈലേജ് കിട്ടുന്നത് ഭയങ്കര കാര്യമാണ്. അതും 1.9 ലിറ്ററിന് ഇത്രയും മൈലേജ് പവറുണ്ട്. അപ്പൊ അത് നല്ല മൈലേജ്. ശരിക്കും ഞാൻ ലോങ് ഡ്രൈവ് പോയപ്പോ ഇവിടുന്ന് ഊട്ടി പോയപ്പോ ഞാൻ പോളോയും കൊണ്ട് പോവുകയാണെങ്കിൽ യൂഷ്വലി ഒരു 5500 ഫ്യൂൽ അടിക്കാറുണ്ട്. പക്ഷെ പോളോയും ഡീസൽ തന്നെയല്ലേ? ഡീസലാണ്. പക്ഷെ ഈ പോളോ ഇവിടുന്ന് മേട്ടുപ്പാളയം എത്തുന്നത് വരെ ഈ ഫ്യൂൽ അനങ്ങില്ല, അങ്ങനെ തന്നെ നിൽക്കും. പക്ഷെ വൺസ് യു സ്റ്റാർട്ട് ക്ലൈംബിങ്, ഇത് മറ്റേ RPM മീറ്റർ കയറുന്ന പോലെയാണ് ഇതിന്റെ ഫ്യൂൽ മീറ്റർ ഡ്രോപ്പ്. അതെ അതെ. അത് ക്ലൈംബ് ചെയ്യാൻ നേരത്തെ അവൻ കൂടുതൽ ഫ്യൂല് തള്ളിയിട്ടാണ്. പെർഫോമൻസ് ലോസ് ഇല്ല, അങ്ങനെ തന്നെ കൊടുത്താലല്ല, ഇവിടെ കയറണ പോലെ തന്നെ വെച്ച് കയറും. പക്ഷെ ഇറ്റ് കൺസ്യൂംസ് മോർ ഫ്യൂൽ. ഇതിന്റെ ഒരു വ്യത്യാസം എനിക്ക് മനസ്സിലായത് ഇവിടെ നിന്ന് മേട്ടുപ്പാളയം വരെ കയറിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് കയറുമ്പോഴും സെയിം പെർഫോമൻസ് ആണ്, സെയിം മൈലേജ് ആണ്. ആ ഒരു ലാൻഡ് ആണെങ്കിലും ഹൈ റേഞ്ച് ആണെങ്കിലും പ്രത്യേകിച്ച് ഇവനൊരു വ്യത്യാസം കാണിക്കുന്നില്ല, ഒരു വ്യത്യാസവും ഇല്ല. അങ്ങനെ. അപ്പൊ അതുകൊണ്ട് ഈ വണ്ടി ഇപ്പം ഓവറോൾ നമുക്ക് ഉള്ള വണ്ടികളില് അതെ അതെ, വളരെ ഈസി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു പറ്റിയ വണ്ടിയാണ്. ശരിക്കും ആളുകൾ അപ്പൊ ഈ കംപ്ലൈന്റ് പറയുന്നത് കൃത്യമായിട്ട് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യാതെ കൊണ്ടുള്ള പ്രശ്നങ്ങളായിരിക്കും. ചെയ്യാത്ത കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. പിന്നെ ഞാൻ ഈ 2 ജർമ്മൻ കാർസ് യൂസ് ചെയ്തെടുത്തോളം എനിക്ക് മനസ്സിലായത് ഒരുപാട് ആഫ്റ്റർ മാർക്കറ്റ് സാധനങ്ങൾ അവൈലബിൾ ആണ്. സ്പെക് അല്ലാതെ. അതെ. അതിന്റെ അകത്ത് എല്ലാം മോശമാണെന്നല്ല, പക്ഷെ ചിലത് ഭയങ്കര ചീപ്പായിട്ടുള്ള സാധനം നമ്മൾ ഇട്ട് കഴിഞ്ഞാല് അത് ലാസ്റ്റ് ചെയ്യില്ല. പണി ഇപ്പൊ ഇതിന്റെ പുറകെ നടക്കാനേ നേരം ഉണ്ടാവും. നമുക്കൊരു റിലയബിലിറ്റി ഉണ്ട്. അതെ, ഇതിപ്പോ നമ്മൾക്ക് ഒന്നും ചെയ്യാനില്ല, ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ. സോ ലാസ്റ്റ് ഈ വണ്ടിയായിട്ട് ലോങ് പോയത് എവിടെയായിരുന്നു? ഈ വണ്ടിയായിട്ട് ലാസ്റ്റ് ലോങ് പോയത് അങ്ങനെ ഭയങ്കര ലോങ് പോയിട്ടില്ല. ലാസ്റ്റ് ഞാൻ പോയത് പോയിട്ടില്ല മീൻസ് ഞാൻ ഊട്ടി കുന്നൂരാണ് ലോങ് പോയിരിക്കുന്നത്. അവിടെയൊക്കെ പോയിട്ടുണ്ട്. സ്റ്റിൽ കേപ്പബിൾ ആണ്. ഇപ്പോഴും എവിടെ വേണമെങ്കിലും പോവാം, വിശ്വസിച്ച് പോവാം. വഴിയിൽ കിടക്കില്ല. വഴി കിടക്കില്ലെന്ന് മാത്രമല്ല, ഇറ്റ്സ് ലൈക്ക് കംഫർട്ടബിൾ ആയിട്ട് പോയിട്ട് വരാം. ആള് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, വണ്ടിയും അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ടെൻഷൻ ഇല്ല. അതെ. ഇത് കംഫർട്ടബിൾ ആണ്. ഞാൻ ലാസ്റ്റ് ലോങ് പോയതൊന്ന് പാലക്കാട് വരെ പോയായിരുന്നു. ചേട്ടൻ അപ്പം ഒറ്റയ്ക്കാണോ പോണത്? ഫാമിലി ആയിട്ടാണ്. ഫുൾ ടൈം ഫാമിലി. അവര് ഹാപ്പിയാണ്. അവര് പ്രത്യേകിച്ച് അമ്മയുടെ ഡാഡിക്ക് ഇതുണ്ടായിരുന്ന കാരണം അമ്മ ഭയങ്കര സ്കോഡ ഒബ്സസ്ഡ് ആണ്. ഭയങ്കര താല്പര്യം. ഉള്ള എല്ലാ വണ്ടികളിലും വെച്ച് അമ്മയുടെ ഫേവറേറ്റ് ഒരു വണ്ടിയാണ് ഒക്ടേവിയ. ഇപ്പൊ ഇത്രയും വണ്ടികൾ ഉണ്ടായിട്ട് പെട്ടെന്ന് ഏതെങ്കിലും ഒരു വണ്ടി പിക്ക് ചെയ്യാൻ പറഞ്ഞ ഏതായിരിക്കും പിക്ക് ചെയ്യുക? പെട്ടെന്ന് ഏതെങ്കിലും ഒരു വണ്ടി പിക്ക് ചെയ്യുക ഇൻ എ സെൻസ് അങ്ങനെ പറയാൻ ഒരു ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഓരോ പർപ്പസ്, ഓരോ ടെറൈൻ. ഏറ്റവും പെട്ടെന്ന് ഒരു വണ്ടി പിക്ക് ചെയ്യാൻ പറഞ്ഞു ഞാൻ ആദ്യം പിക്ക് ചെയ്യുന്നത് അംബാസഡർ ആയിരിക്കും. എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അതെ. അംബാസഡർ ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ല, അത് കുറച്ച് വർക്കായിട്ട് മെയിൻ്റെനൻസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ. അങ്ങനെ സ്കോഡ ഒക്ടേവിയയുടെ പുറകിലത്തെ സീറ്റിലാണ് നമ്മൾ ഇരിക്കുന്നത്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പൊസിഷനാണിത്. ഇനി ഈ സീറ്റിനൊരു പ്രത്യേകതയുണ്ട്. അന്നത്തെ സമയത്ത് തന്നെ സെഡാനിൽ 60-40 സ്പ്ലിറ്റ് സീറ്റാണ് വന്നിരുന്നത്. ഇതിൻ്റെ പുറകിലേക്ക്
ഫുള്ള് ഡിക്കിയാണ്. സോ ഇതിന് ടോപ്പ് എൻഡ് വെർഷനിലൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ ഓപ്പൺ ചെയ്ത് പുറകിൽ നിന്ന് സാധനം എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. സോ നമുക്ക് ഡിക്കി ഇവിടെ നിന്ന് നോക്കാം. സോ അന്ന് നമുക്ക് ഡീഫോഗറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒക്ടേവിയയുടെ വേറൊരു പ്രത്യേകത, അന്ന് വരെ നമ്മൾ കണ്ടിരുന്ന എല്ലാ വണ്ടികളിലും BMW C ക്ലാസ്, അതുപോലെ അല്ല ബെൻസിന്റെ C ക്ലാസ്, BMന്റെ 3 സീരീസ്, ഇതിനൊക്കെ ഡിക്കി വന്നു നിന്ന് ഡിക്കി മാത്രമേ നമുക്ക് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു ഒക്ടേവിയയിലാണ് ആ ഒരു മാജിക് ഞാൻ കാണിച്ചുതരാം. ഈ ഗ്ലാസ് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തുറക്കാൻ പറ്റും. സോ അതിനായിട്ട് ഇത്രയും സ്പേസ് നമുക്ക് കിട്ടുകയാണ്. ആ സെഗ്മെന്റിൽ തന്നെ ഏറ്റവും കൂടുതൽ ബൂട്ട് സ്പേസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. വളരെ വലിയൊരു ബൂട്ട് സ്പേസ് ആണ്, വളരെ വലുത്, ഹ്യൂജ് ആണ്. ഇത് ഉള്ളിൽ നിന്ന് നമുക്ക് ഡിക്കി തുറക്കാനുള്ള ഒരു പ്രൊവിഷൻ ആയിരുന്നു അല്ലേ? ശരിക്കും ഒരു മാഫിയക്കാരായിരിക്കും ആളുകൾ ഡിക്കിയിൽ കൊണ്ടുപോകുന്നത്. ഇപ്പൊ പോർഷയിലൊക്കെ ഇതുപോലെ വരുന്നുണ്ട്. പോർഷ 911 ഡോറിന്റെ ഓപ്പണിംഗ് വരുന്ന ഇതുപോലത്തെ മെറ്റീരിയൽ. നമ്മൾ ഡോർ അടക്കിയാണ്, ഡിക്കി അടച്ചതാണ്. സ്കോഡ എന്നുള്ള ഒരു എംബ്ലം ഉണ്ട്. ഒരു ഫാൻസി നമ്പറാണ് 70702 എന്നുള്ള ഫാൻസി നമ്പറൊക്കെ ഉണ്ട്. സോ പണ്ട് ആൾക്കാർ ഈ വണ്ടി എടുത്തിട്ട് നോർമൽ ഒക്ടേവിയനെ എടുത്തിട്ട് എൻ്റെ കിറ്റ് കയറ്റുമായിരുന്നു, ലോവർ ചെയ്ത് സ്കാർട്ടൊക്കെ കയറ്റി. അത് ഒരു RS കിറ്റ് കയറ്റുമായിരുന്നു. പിന്നെ ഇതിന്റെ എനിക്ക് ഈ ആന്റണ ഇതെല്ലാം വന്നതൊക്കെ ആ ഒരു ടൈമിലാണ്, ലെങ്തി ആയിട്ടുള്ള ഓപ്പൽ കോഴ്സയിലൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. സോ ഈ ഡിക്കിയുടെ ഒരു സ്പെഷ്യാലിറ്റി ഇതാണ്, ഈ ഗ്ലാസ് ഏരിയ മുഴുവനായിട്ട് അങ്ങ് തുറന്നു. അത് സ്കോഡയാണ് ആക്ച്വലി അത് പ്രസന്റ് ചെയ്തത്. മാത്രമേ കണ്ടിട്ടുള്ളൂ. നിങ്ങൾ ഏതെങ്കിലും വണ്ടിയിൽ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യേണ്ടതാണ്. അത് ആക്ച്വലി ഭയങ്കര യൂസ്ഫുൾ ആണ് ആ സാധനം. കാര്യം എന്താണെന്ന് അറിയാമോ, ഇപ്പൊ നമ്മൾ യൂഷ്വലി സെഡാൻസ് യൂസ് ചെയ്യുമ്പോൾ ഇപ്പൊ ഇത്ര വലിയ ബൂട്ട് സ്പേസ് ആണെങ്കിൽ പോലും നമ്മൾ ഈ ഒരു പോർഷൻ തുറക്കുവാണെങ്കിൽ നമുക്ക് കയറ്റി ഇറക്കി വെക്കാൻ ഇപ്പൊ ഇതിന് വലിയ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഇത് ഭയങ്കര കംഫർട്ടബിൾ. ഇത് പൊക്കി കഴിഞ്ഞ് മൊത്തത്തിലാണല്ലോ പോകുന്നത്. ഈ ഫുൾ സ്പേസിന്റെ ടോപ്പ് അങ്ങോട്ട് ഓപ്പൺ ആവുകയാണല്ലോ, അത് നമുക്ക് ഭയങ്കര കൺവീനിയന്റ് ആണ്. അത് യൂസർ തന്നെ അങ്ങനെ കുറെ സാധനങ്ങൾ തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് ആൾക്കറിയാം അതിന്റെ ഒരു ബെനിഫിറ്റ്. പക്ഷെ ഇപ്പോഴുള്ള വണ്ടികളൊന്നും അങ്ങനെ വരുന്നില്ല. നമുക്ക് ഇതിന്റെ സൈഡ് പ്രൊഫൈലിലേക്ക് ഒന്ന് പോകാം. സോ ഇതാണ് നമ്മൾ കാണുന്ന ഒക്ടേവിയയുടെ ഒരു സൈഡ് പ്രൊഫൈൽ. ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു വണ്ടിയാണ് സെഡാൻ. ആ സമയത്ത് വേറെ ഉണ്ടായിരുന്നില്ല. ഒക്ടേവിയ ആയിരുന്നു എല്ലാവരും ചേഞ്ചസ് കൊണ്ടുവന്നത്. ഓഫ് കോഴ്സ് നമുക്ക് ബെൻസിനും അതല്ലാതെ അങ്ങനെ പറയാനില്ല. പിന്നെ സിവിക്കിന് മുന്നെയാണ് വന്നത് എനിക്ക് തോന്നുന്നത്. ആ സിവിക് ആണെങ്കിൽ സിവിക്കിന് മുന്നേ ഇല്ല, എക്കോർഡ് ഉണ്ടായിരുന്നു തോന്നുന്നു. 2002 സമയത്ത് എന്തോ എക്കോർഡിനും V6 എഞ്ചിൻ പെട്രോൾ എന്തോ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു LNK വരുമ്പോഴത്തേക്കും ഇതിന് റിയർലി ഡിസ്ക് ആണെന്ന് തോന്നുന്നു. RSലും ഡിസ്ക് ആണ്. പിന്നെ സൺറൂഫ് വരുന്നു. നമ്മുടെ സൺറൂഫ് ഇല്ലാത്ത മോഡലാണ്. അതെ, പിന്നെ ബേജ് ഇന്റീരിയേഴ്സ് അതിന് വരുന്നത്. പക്ഷെ എനിക്ക് പ്രിഫറൻസ് ബ്ലാക്ക് ഇന്റീരിയേഴ്സ് ആണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ വണ്ടി ഇപ്പോഴും ഇന്റീരിയർ കാണുമ്പോൾ ഔട്ട്ഡേറ്റഡ് അല്ലാതെ തോന്നുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് എല്ലാം ബ്ലാക്ക് ആണല്ലോ വരുന്നത്. സോ ആ ബ്ലാക്ക് അതിന് അന്നേ ഒരു ബ്ലാക്ക് ഇന്റീരിയർ ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കണം. കാരണം ഈ പറയുന്ന ഒരു 2006 കാലഘട്ടത്തിലൊക്കെ മോസ്റ്റ്ലി ഒരു ഓർമ്മ ഉണ്ടാവുമായിരിക്കും അവരുണ്ട്. അന്നത്തെ ഒരു പ്രീമിയം അല്ലെങ്കിൽ ഒരു നല്ല വണ്ടി എന്ന് പറഞ്ഞാൽ ബേജ് ഇന്റീരിയർ, കുറഞ്ഞ വണ്ടി എന്ന് പറഞ്ഞാൽ ഗ്രേ ഇന്റീരിയർ ആയിരുന്നു. അപ്പൊ ആ സമയത്ത് ഒരു ബ്ലാക്ക് വന്നു. പിന്നീട് ബ്ലാക്ക് ഒരു ട്രെൻഡായി. ഇപ്പൊ പ്രസന്റില് ബ്ലാക്ക് ഇന്റീരിയർ ആണല്ലോ. അതെ, അന്നത്തെ സമയത്ത് ബ്ലാക്ക് ഏറ്റവും ലോസ്റ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. ലക്ഷറി എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്റീരിയർ നോക്കുമ്പോ ബീച്ച് അതായിരുന്നു. പക്ഷെ ഇപ്പം വീണ്ടും ബ്ലാക്ക് ആയി. ഇപ്പൊ എല്ലാവർക്കും മാറിക്കൊണ്ടിരിക്കുന്നു. ഈവൻ നമ്മുടെ മേബാക്ക് S600 ഫുൾ ബ്ലാക്ക് ഇന്റീരിയർ. മാത്രമല്ല ഇപ്പൊ ആളുകളെ എല്ലാ മാനുഫാക്ചേഴ്സും ബ്ലാക്ക് എഡീഷൻ എന്ന് പറഞ്ഞൊരു എഡീഷൻ ഉണ്ടാക്കും. ബ്ലാക്ക് ലവേഴ്സ്, ബ്ലാക്ക് കാർ ലവേഴ്സ് ഭയങ്കരമായിട്ട് കൂടി വരും. അതാണ് ഏറ്റവും എക്സ്പെൻസീവ് അവരുടെ വേർഷൻ. ടോപ്പ് എൻഡിനായിരിക്കും ബ്ലാക്ക് എഡീഷനും വരുന്നത്. സോ അങ്ങനെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനായിട്ട് പ്ലാൻ? ഇതൊരു ക്ലാസിക് കാർ ആയതുകൊണ്ട് എനിക്ക് ഇതിന്റെ അത് മാക്സിമം കമ്പനി സ്റ്റോക്ക് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ള താല്പര്യമാണ്. പ്രത്യേകിച്ച് കോസ്മെറ്റിക് ചേഞ്ചസിൽ എനിക്ക് ഈവൻ പുതിയ വണ്ടികളിൽ പോലും വലിയ താല്പര്യമില്ല.
പിന്നെ ഈ പറഞ്ഞ പോലെ എപ്പോഴെങ്കിലും ഈ RS പോലെയുള്ള എന്തെങ്കിലും ഡെഫിനറ്റ്ലി നമ്മൾ ട്യൂൺ ചെയ്യാൻ ആഗ്രഹിക്കും. ഓക്കെ. സോ ഈ വണ്ടി എന്തെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ? ഇപ്പോഴത്തെ വണ്ടികൾ കുറെ ടെക്നോളജി ഫീച്ചേഴ്സ് ആഡഡ് ആണല്ലോ. അതെ അതെ, അങ്ങനെ ഞാൻ അങ്ങനെ ഒരു ഈ ഫീച്ചേഴ്സ് അങ്ങനത്തെ ആളല്ല. എനിക്ക് ഞാൻ എപ്പോഴും എനിക്ക് ആ വണ്ടി തരുന്ന ഒരു ഫീലാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ. സോ അതെനിക്കൊരു 1.9 ലിറ്റർ ഡീസൽ എഞ്ചിൻ ഇതേപോലത്തെ ഒരു വലിയ വണ്ടിയാണ്. സോ അതിന്റെ ഒരു റോഡ് ഗ്രിപ്പും കാര്യങ്ങളും അതാണ് ഞാൻ ഏറ്റവും ആസ്വദിക്കുന്നത്. സോ മിസ് ചെയ്യുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വേറെ വണ്ടി മേടിച്ചാലേ. അതിപ്പം ഇവിടെ കൂടെ കിടക്കുന്ന വണ്ടിയിൽ ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് താറാണ്. അതെ അതെ അതെ. പക്ഷേ ഈ വണ്ടി ഓടിക്കുമ്പോ ഈവൻ താറിനയിൽ നമുക്ക് വെയിറ്റ് കൂടുതൽ ഫീൽ ചെയ്യുന്നു. കംഫർട്ട് ഭയങ്കര റോഡ് ഗ്രിപ്പും അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് അതിനകത്ത് നമുക്ക് ഓൾ ടെറൈൻ ടയേഴ്സും സൈഡിൽ തന്നെ കിടപ്പുണ്ട് ബാക്കിയെല്ലാം വണ്ടി. ഞാനൊരു ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാണ്. ഇപ്പൊ ഒക്ടേവിയുടെ കാര്യത്തിൽ ഇനി ഒരു പുതിയ വണ്ടി അപ്ഗ്രേഡ് ചെയ്യും അല്ലെങ്കിൽ ഒരു പുതിയ വണ്ടി വാങ്ങിക്കണമെന്ന് തോന്നി, അത് അങ്ങനെ ഏതെങ്കിലും ഒരു വണ്ടിയിൽ സ്റ്റക്ക് ആയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ സ്റ്റക്ക് ആയിട്ടില്ല. ഒരു വണ്ടിയോട് തോന്നിയിട്ടില്ല അങ്ങനെ ഭയങ്കരമായിട്ട് എനിക്ക് ഒരു പുതിയ വണ്ടി അത് എനിക്കങ്ങനെ ഫുൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഒരു വണ്ടി വേണമെന്ന് തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു ലാസ്റ്റ് ഒരു വികാരം വന്നത് ഫോർഡ് എൻഡവറിന്റെ ഏറ്റവും അവസാനം ഇറങ്ങിയ വേർഷൻ ആയിരുന്നു. എല്ലാവർക്കും അത് ഭയങ്കര ഒരു വികാരമായിരുന്നു. അതിനുശേഷം നമ്മളങ്ങനെ ഇത് ചെയ്തിട്ടില്ല. പക്ഷെ ഇനി ഒരു പുതിയ വണ്ടി മേടിക്കുവാണെങ്കിൽ മിക്കവാറും താറിന്റെ തന്നെ റോക്സ് ആയിരിക്കും. അതൊരു ജീപ്പിനോടുള്ള ഒരു ആഗ്രഹവും ഒരു പ്രേമവും അങ്ങനെ നിൽപ്പുണ്ട്. അതുകൊണ്ട് റോക്സ് ആയിരിക്കും ഒരു ഓപ്ഷൻ. ഇല്ല, റോക്സ് ചെയ്തില്ല. ഇത് ഉള്ളതുകൊണ്ട് ഇതായിട്ടൊരു ബന്ധമില്ലെന്നാണ് പറയുന്നത്. എന്നാലും ചെയ്തിട്ടില്ല. സോ ഓക്കെ, ഇതാണ് നമ്മുടെ സ്കോഡ ഒക്ടേവിയയുടെ ഒരു യൂസർ എക്സ്പീരിയൻസ് റിവ്യൂ നമ്മൾ ചെയ്തത്. ഇതിന്റെ കൂടെ തന്നെ നമുക്കൊരു വോക്സ്വാഗൻ പോളോ തന്നെ ഉണ്ട്, അതും ചേട്ടൻ്റെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് ആയിട്ട് നമുക്കൊരു നെക്സ്റ്റ് എപ്പിസോഡായിട്ട് വരാം. സോ അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ സേഫ് റൈഡ്. ഹാപ്പി മോട്ടറിംഗ്.